IPC 302 വകുപ്പിൽ ആണ് കൊലക്കേസ് പ്രതിയാക്കി കേസെടുക്കപ്പെടുന്നത്. പോലീസാണ് ചെയ്യുന്നത്. ആ കേസ് കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന വ്യക്തിയെ കൊല ചെയ്തത് ഇന്നാരാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ റിപ്പോർട്ട് കോടതി കൊടുക്കുമ്പോൾ കോടതി അവരെ ആദ്യം ചെയ്യുന്നത് ജയിലിലേക്ക് പാർപ്പിക്കാൻ വേണ്ടി റിമാൻഡ് ചെയ്യും. പിന്നെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഇവരുടെ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ പീരീഡിൽ അവർക്ക് ജാമ്യം കിട്ടിയെന്നും വരും. കോടതി ഉത്തരവനുസരിച്ച് ജാമ്യം കിട്ടുന്ന പ്രതികളെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വിടുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവസാനമായി കോടതി ഇവരെ ശിക്ഷിക്കുന്ന ഒരു രീതിയിൽ തീരുമാനമെടുക്കുമ്പോൾ അവരെ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. സെൻട്രൽ ജയിലിലാണ് ഈ തൂക്കുമരവും തൂക്കിക്കൊള്ളുന്ന സംവിധാനങ്ങളും ക്രമമായി പ്രവർത്തിപ്പിക്കുന്നത്. തൂക്കിക്കൊള്ളുന്നതിന് വേണ്ടി ഒരു ഗാലൗസ് സെൻട്രൽ ജയിലിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നത് ആരാച്ചാരാണ്. ആരാച്ചാർ ഈ നാഗർകോവിലിനടുത്ത് കുറെ രാജാവിൻ്റെ കരം ഒഴിവാക്കി കൊടുത്ത ഭൂമിയിലാണ് അവർ തങ്ങുന്നത്. അപ്പോൾ തൂക്കിക്കൊല നടത്തുന്നതിന് വേണ്ടിയുള്ള തീയതി കോടതിയിൽ നിന്നും നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രേഖാമൂലം ഇതിൻ്റെ റിപ്പോർട്ട് ജയിലധികാരികൾ കൊടുക്കും. അപ്പോൾ അവര് ഇതിൻ്റെ തലേ ദിവസം, തൂക്കിക്കൊല നടത്തുന്നതിൻ്റെ തലേ ദിവസം വന്ന് ഈ ഗാലൗസ് എല്ലാം പഴയ സജ്ജീകരണങ്ങൾ എല്ലാം പരിശോധിച്ച് ഇതിന് തൂക്കിക്കൊല്ലാൻ ഫിറ്റാണോ എന്നും മനസ്സിലാക്കി വൈകുന്നേരമാകുമ്പോൾ അവർ മടങ്ങിപ്പോവും. വീണ്ടും വെളുപ്പിന് 2 മണിക്ക് ശേഷം അവർ ജയിലിൽ ഹാജരാകും. ഹാജരായതിനു ശേഷം അവർ ഗാലൗസ് പരിശോധിക്കാനും അതിൻ്റെ സജ്ജീകരണങ്ങൾ നോക്കുന്നതിനും വേണ്ടി അവിടെ ചെലവഴിക്കും. പ്രതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൂക്കിക്കൊലയ്ക്ക് വിധിച്ചാൽ അവരെ പ്രത്യേകമായി സൂക്ഷിക്കുക, സംരക്ഷിക്കുക ജയിലധികാരികളുടെ ജയിൽ നിയമപ്രകാരമുള്ള ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുമ്പോൾ കൃത്യമായ നിയമ നടപടികൾ എന്താവണം, എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഉദ്യോഗസ്ഥനും അതനുസരിച്ച് മാത്രമേ ഈ പ്രതിയെ കൈകാര്യം ചെയ്യാവൂ. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുമായി പെരുമാറുന്നത്, അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അവർക്ക് കൊടുക്കുന്ന ആഹാരം, അവരുടെ നിത്യമായ ദിനചര്യകൾ, ഇതെല്ലാത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ തൂക്കിക്കൊലയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അവരെ പ്രത്യേകമായി സെല്ലിൽ സൂക്ഷിക്കുകയും ആ സെല്ലിന് പ്രത്യേകമായി ഡ്യൂട്ടിക്കാർ നിയോഗിക്കുകയും ചെയ്യും. ഡ്യൂട്ടിക്കാരെ കൃത്യമായി പറഞ്ഞാൽ 24 മണിക്കൂറും പരിപൂർണമായി അലർട്ടായിരിക്കണം. അലർട്ടാണോ എന്നതിന് പരിശോധന പല പ്രാവശ്യമായിട്ട് നടത്തും. പല ഗ്രേഡുകളിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഈ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ
പൂർണ്ണ ചുമതല സെൻട്രൽ ജയിലിലെ ജയിലർക്കാണ്. ജയിൽ നിയമം അനുസരിച്ചും ഈ എക്സിക്യൂഷൻ നടപ്പിൽ വരുത്തേണ്ടുന്ന പൂർണ്ണ ചുമതല ജയിലറിൽ പൂർണ്ണമായി നിക്ഷിപ്തമാണ്. അപ്പോ ഇവരുടെ ആഹാരം, അവരുടെ മറ്റ് ദിനചര്യകൾ ഇതെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിരന്തരമായി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നതോടൊപ്പം ജയിലറുടെ നേരിട്ടുള്ള നിയന്ത്രണം പൂർണ്ണമായി 24 മണിക്കൂറും ഉണ്ടായിരിക്കേണ്ടതാണ്, ഉണ്ടായിരിക്കുകയും ചെയ്യും. അതിൽ ഒരു വീഴ്ചയുമില്ല. പിന്നെ ഇവർക്ക് ഈ ഇത്തരം പ്രതികൾക്ക് വീട്ടിൽ നിന്ന് അയാളുടെ ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ അതുപോലുള്ള തൊട്ട ബന്ധുക്കളോ പ്രതിയെ കാണണമെന്ന് ആവശ്യപ്പെടും. രേഖാമൂലം ജയിലിൽ വന്ന് ആവശ്യപ്പെട്ടാൽ പ്രതികളുമായിട്ട് കാണാനുള്ള താല്പര്യം കൊണ്ടാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിന് അവർക്ക് അനുമതി കൊടുക്കും. ആ ഇന്റർവ്യൂ നടത്തുന്നതും ജയിലർ തന്നെയായിരിക്കും. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുന്നത് സാധാരണ വീട്ടിൽ നിന്ന് വരുന്നവരും ജയിലിൽ കഴിയുന്നവരും തമ്മിൽ ഒരു പരസ്പരം ആശയവിനിമയമാണ് നടത്തുന്നതും അത് തന്നെയാണ്. പക്ഷെ ഈ തൂക്കിക്കൊലയ്ക്ക് വിധേയമായി കിടക്കുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബന്ധുക്കളോ, ചിലപ്പോൾ ഭാര്യയായിരിക്കും, പിന്നെ അമ്മയായിരിക്കും, അച്ഛനും, ഇവരോട് വാക്കുകൾ കൊണ്ട് സംസാരിക്കാനേ അവർക്ക് ആ മാനസികാവസ്ഥ ഒരു കരുത്ത് പകരുന്നില്ല. പലപ്പോഴും കണ്ണുനീരിൽ മുങ്ങിയ രംഗങ്ങളായിരിക്കും അവിടെ അവശേഷിക്കുന്നത്. കണ്ണുനീരെന്ന് പറഞ്ഞാൽ കണ്ണുനീർ പ്രവാഹം. അകത്ത് കിടക്കുന്ന പ്രതിയിലും കണ്ണുനീരാണ്, പുറത്തു നിന്ന് വരുന്നവരിലും കണ്ണുനീരാണ്. ഈ കാഴ്ച കണ്ട് ദുർബലനാകാതെയാണ് ജയിലർ നോക്കി നിൽക്കുന്നത്. ഒരു പക്ഷേ ജയിലറുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീണില്ലെങ്കിലും കണ്ണ് നിറയുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം അതിദയനീയവും അതിദാരുണവും ആയ രംഗങ്ങളാണ് ഈ ഇന്റർവ്യൂവിൽ നടക്കുന്നത്. ഒട്ടുമുക്കാൽ സമയങ്ങളിലും ഉള്ളിൽ കിടക്കുന്ന പ്രതി സ്വന്തം ബന്ധുക്കളോട്, അമ്മയോട്, അച്ഛനോട്, ഭാര്യയോട്, മക്കളോട് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാതെ നിശബ്ദനായി വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. പിന്നെ അതൊരു ഭാഗം. ഈ പ്രതിക്ക് ഈ തൂക്കിക്കൊല എന്ന ശിക്ഷ നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ്, അതായത് അതിൻ്റെ തലേ ദിവസം, ആ പ്രതി ആഗ്രഹിക്കുന്ന, ആവശ്യം ഉന്നയിക്കുന്ന ആഹാര സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം ജയിലിലുണ്ട്. അതനുസരിച്ച് അയാൾ എന്ത് തരം കറികളും മറ്റ് ആഹാര സാധനങ്ങളും ആവശ്യപ്പെട്ടാലും ആ തലേ ദിവസം കൃത്യമായി കൃത്യസമയങ്ങളിലെത്തിക്കും. പക്ഷേ അവിടെ സംഭവിക്കുന്നത്, ഈ വരാന്തയിൽ ആഹാരം ഇലയിൽ വിളമ്പി വെച്ച് ഈ പ്രതിയെയും കൊണ്ട് അവിടെ ഇരുത്തി ആഹാരം കഴിക്കാൻ നിർദ്ദേശം കൊടുത്താൽ പലരും ആഹാരം കഴിക്കുന്നതിന് പകരം കണ്ണുനീര് കൊണ്ട് ആ പരിസരം ഒരു ദുഃഖ
സാഗരമാക്കി മാറ്റുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കുറേ സമയം ഇതിനു വേണ്ടി കാത്തു നിന്നാലും ഈ പ്രതിക്ക് ആഹാരം കഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയാൽ, പൂർണ്ണമായി മനസ്സിലാക്കിയാൽ, പ്രതിയെ വീണ്ടും ആ സെല്ലിലേക്ക് മാറ്റുന്നതും നമ്മുടെ ഒരു രീതിയാണ്, ജയിലിലെ രീതിയാണ്. അതിനുശേഷം ഈ പ്രതി സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർ ഉറങ്ങുന്നത് മാതിരി ഉറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഉറങ്ങാൻ വേണ്ടി കിടക്കും, കിടന്നാലുടനെ എണീക്കും, എണീറ്റിരിക്കാൻ ശ്രമിക്കും, ഇരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എണീറ്റ് നടക്കും. നടക്കുമ്പോഴൊക്കെ അയാള് വികാരഭരിതനായി കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ഒഴുകിയിറങ്ങിക്കൊണ്ടേയിരിക്കും. ഏതൊരു പ്രതിയും ആ പഴയകാല സ്മരണകൾ അയാളെ ഹൃദയത്തെ വേദനിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി മാറ്റുന്നതാണ് ഞങ്ങൾ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ തൂക്കിക്കൊല വെളുപ്പാൻ കാലത്താണ് നടത്തുന്നത്. ഏകദേശം ഒരു വെളുപ്പിന് ഒരു 5 മണി സമയം അടുപ്പിച്ചാണ് ഈ ചടങ്ങുകൾ നടക്കേണ്ടത്. അതിനു മുമ്പായിട്ട് ഈ പ്രതിക്ക് എല്ലാ ദിനചര്യകളും ചെയ്യുന്നതിന് വേണ്ടുന്ന എസ്കാർട്ടോടുകൂടി ആ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ജയിലധികാരികളുടെ ഒരു ഡ്യൂട്ടിയാണ്. ഇയാൾ ഈ സമയമാകുമ്പോൾ അയാളെ കുളിക്കാൻ അനുവദിക്കുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് സൗകര്യം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് അന്തിമമായി അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം, ആ ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ അയാളുടെ സെല്ലിനകത്ത് കയറി 2-3 മിനിറ്റിനകത്ത് അയാളെ സെല്ലിന് പുറത്താക്കി അവിടെ വെച്ച് വിലങ്ങണിയിച്ച് ഗ്യാലവ്സിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഈ സമയങ്ങളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു തരിമ്പ് പോലും, ഒരു ചോറ് പോലും, ഒരു കറി പോലും കൈ കൊണ്ട് തൊടാത്ത സംഭവങ്ങളാണ് നിരവധി ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അയാളുടെ മനസ്സ്, അയാളുടെ മാനസികാവസ്ഥ, ആ വികാരഭരിതമായ മുഖഭാവം കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അയാൾക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, ആ മാനസികാവസ്ഥയിലല്ല അയാൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരല്പം പോലും ഒന്നും കഴിക്കാതെ അപൂർവം ചില ആളുകൾ കുറച്ച് ദാഹജലം മാത്രം എടുത്ത് കുടിച്ചിട്ട് പോയി കൈ കഴുകി വന്നു. അടുത്ത പ്രധാന ചടങ്ങിലേക്ക് ഈ പ്രതിയെ സമ്പൂർണമായ ബന്ദോബസ്ത് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഒരു ഈച്ച പോലും പറക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്, ഉണ്ടാക്കേണ്ടത്. കാരണം ഈ സന്ദർഭത്തിൽ നാം പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാം. അങ്ങനെ എന്ത് സംഭവങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായാലും അതിനെ നേരിടുന്നതിന് സുസജ്ജമായ ആ ഉദ്യോഗസ്ഥ സംഘം എപ്പോഴും 24 മണിക്കൂറും കൂടെ ഉണ്ടാവും. ഈ പ്രതിയെ ഇങ്ങനെ നടത്തി ഗ്യാലവ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ദുർബലനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ ആ
ദൗർബല്യം മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. പക്ഷേ ആ ദുർബല നിമിഷത്തിലും അയാൾക്ക് ഒരു താങ്ങും തണലുമായി നിന്ന് പ്രവർത്തിക്കുന്നത് ജയിലിലെ ജീവനക്കാരാണ്. അതിന് കാരണം ജയിൽ അതോറിറ്റീസിന്റെ ഉത്തരവാദിത്വത്തിൽ പരാജയങ്ങൾ വരാതിരിക്കുന്നതിന് കോടതിയുടെ ഉത്തരവനുസരിച്ച് കൃത്യ ദിവസം കൃത്യസമയത്ത് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ജയിൽ ഹയർ അതോറിറ്റീസിന്റെ ഒരു പ്രധാന ചുമതലകളിൽ ഒന്ന് മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ ചുരുക്കമായ വിവരം ധരിപ്പിക്കാൻ കഴിയുന്നത്.